question. A transformer will have highest efficiency near 25% of rated load, 50% of rated load, 75% of rated load, 98% of rated load. ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നാണ് അല്ലെ. ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ടിനോട് കൂടി ലോസസ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻപുട്ട് കിട്ടുന്നത്. ഔട്ട്പുട്ട് പ്ലസ് ടോട്ടൽ ലോസസ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ലോസസ് ഉള്ളത്? അയൺ ലോസും ഉണ്ട്, കോപ്പർ ലോസും ഉണ്ട്. അയൺ ലോസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ സെക്കൻഡറിയിലേക്ക് ലോഡൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും പ്രൈമറി എനർജൈസ് ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അയൺ ലോസ് പ്രസന്റ് ആയിരിക്കും. കാരണം അയൺ ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമറിയിലെ വോൾട്ടേജിനെ മാത്രമാണ്. പക്ഷെ നോ ലോഡഡ് കണ്ടീഷനിൽ കോപ്പർ ലോസ് 0 ആയിരിക്കും. ലോഡ് ചെയ്യുമ്പോൾ ലോഡ് കറന്റിനനുസരിച്ച് ലോഡ് കറന്റ് എത്ര കൂടുന്നോ അതിന്റെ സ്ക്വയർ ടൈംസ് ആയിട്ടാണ് കോപ്പർ ലോസ് കൂടുന്നത്. അപ്പോ ശരിക്കും നമ്മള് സാധാരണ ട്രാൻസ്ഫോമർ, അതായത് പവർ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ലോഡ് കുറയുന്ന സമയത്ത്, അതായത് ഒരു 30 to 40% ലോഡ് എടുക്കുകയാണ് സെക്കൻഡറിയിൽ, അല്ലെങ്കിൽ നോ ലോഡ് എന്ന് പറയുന്ന കണ്ടീഷനിലൊക്കെ കൂടുതൽ അവിടെ പ്രസന്റ് ആയിട്ടുണ്ടാകുന്നത് അയൺ ലോസ് ആണ്. പക്ഷേ സാധാരണ പവർ ട്രാൻസ്ഫോമറിന്റെ കേസിൽ അങ്ങനെ ഒരു കണ്ടീഷൻ വരില്ല. കാരണം അത് നേരെ കൺസ്യൂമർ ടെർമിനൽസിലേക്ക് വരുന്നില്ലല്ലോ. പവർ ട്രാൻസ്ഫോമേഴ്സിന്റെ സെക്കൻഡറി എപ്പോഴും ഫുള്ളി ലോഡഡ് അല്ലെങ്കിൽ നിയർലി ഫുള്ളി ലോഡഡ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ കൂടുതൽ പവർ ട്രാൻസ്ഫോമറിന്റെ കേസിൽ അയൺ ലോസിനെക്കാളും കൂടുന്നത് എന്തായിരിക്കും? കോപ്പർ ലോസ് ആയിരിക്കും. ഫുൾ ലോഡ് കണ്ടീഷനിലായിരിക്കും എപ്പോഴും സെക്കൻഡറി പവർ ട്രാൻസ്ഫോമറിന്റെ. അപ്പൊ ഫുള്ളി ലോഡഡ് ആകുമ്പോൾ അതിനനുസരിച്ച് ലോഡ് കറന്റ് കൂടുന്നു, അതിനനുസരിച്ച് കോപ്പർ ലോസ് കൂടുന്നു. അപ്പോൾ പവർ ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മൾ ട്രാൻസ്ഫോമർ ചൂസ് ചെയ്യുന്നത് എപ്പോഴും ട്രാൻസ്ഫോമറിന്റെ കോപ്പർ ലോസ് കുറയുന്ന രീതിയിലായിരിക്കണം. കാരണം അവിടെ കോപ്പർ ലോസ് ആണ് കൂടാൻ ചാൻസ് ഉള്ളത് അയൺ ലോസിനേക്കാൾ. അപ്പൊ അതിനെ കുറയ്ക്കുക എന്നുള്ളതാണ് പവർ ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ ലോഡിൽ കോപ്പർ ലോസ് കുറയുന്ന രീതിയിലായിരിക്കും നമ്മൾ പവർ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യുന്നത്. അതേസമയം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാ സമയവും നമ്മൾ ലോഡൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അയൺ ലോസിനായിരിക്കും. അവിടെ എപ്പോഴും അയൺ ലോസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അയൺ ലോസിനെ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ടും നോക്കുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യനിലെ ട്രാൻസ്ഫോമർ വിൽ ഹാവ് ഹയസ്റ്റ് എഫിഷ്യൻസി നിയർ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും ഒരു ട്രാൻസ്ഫോമറിന് എഫിഷ്യൻസി കൂടുതൽ വരുന്നത് അത് നിയർലി ഫുൾ ലോഡ് കണ്ടീഷൻ ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫുൾ ലോഡ് കണ്ടീഷൻ എന്ന് പറയായിരുന്നു. അപ്പൊ ഇവിടെ ട്രാൻസ്ഫോമർ ഹയസ്റ്റ് എഫിഷ്യൻസി വരുന്നത് എവിടെയായിരിക്കും? കൂട്ടത്തില് ഫുൾ ലോഡിനോട് അടുത്ത് വരുന്നത് 98% ഓഫ് റേറ്റഡ് ലോഡ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. A transformer gives 200 kWh output by working 5 hours per day. Makes a total loss of 48 kWh for 24 hours. Its all-day efficiency. Options 77.5, 80.6, 79, 82%. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മൾ എനർജി എഫിഷ്യൻസി ആണ് പറയുന്നത്. എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എനർജി ഫോർ 24 hours അല്ലെങ്കിൽ ഔട്ട്പുട്ട് KWH ഫോർ 24 hours ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഔട്ട്പുട്ട് പ്ലസ് ലോസസ്. ഇപ്പൊ ഇവിടെ ട്രാൻസ്ഫോമർ ഗീവ്സ് 200 kWh ഔട്ട്പുട്ട് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഒരു ദിവസത്തിൽ അത് വർക്ക് ചെയ്യുന്നത് 5 മണിക്കൂറുകളാണ്. അപ്പം നമുക്ക് 200 ട്രാൻസ്ഫോമർ ഗിവ്സ് 200 kWh ഔട്ട്പുട്ട് ബൈ വർക്കിംഗ് 5 hours per day. 5 മണിക്കൂർ വർക്ക് ചെയ്ത് അത് എത്ര KWH ഔട്ട്പുട്ട് ആണ് ഡെലിവർ ചെയ്യുന്നത്? 200 kWh. അപ്പൊ ഒരു ദിവസത്തിലെ എനർജി ചോദിക്കുകയാണെങ്കിൽ 200 kWh ഡയറക്ട്ലി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഔട്ട്പുട്ട് അങ്ങനെ എഴുതാം. ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്നാണ് അല്ലെ. അപ്പൊ 200 പ്ലസ് ലോസസ് എത്രയാണ് തന്നിരിക്കുന്നത്? 48 kWh. ഇപ്പൊ ടോട്ടൽ ലോസസ് എന്ന് പറഞ്ഞാണ് 48 kWh തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട, എല്ലാം ഡയറക്ട്ലി ഗിവൺ ആണ്. ഇപ്പൊ 200 ഡിവൈഡഡ് ബൈ 248 നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് ആൻസർ 80.6% കിട്ടും. ഇത് ഇൻറ്റു 100 ചെയ്താൽ മതി പെർസെന്റേജിലാക്കാൻ. അപ്പൊ 80.6% ഈസ് റൈറ്റ് ആൻസർ. Third question.
Power transformers are designed to have maximum efficiency at options: no load, 60% of load, 80% of load, full load. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഒരു റിവേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. പവർ ട്രാൻസ്ഫോമേഴ്സ് എപ്പോഴും ഫുൾ ലോഡ് കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത് അല്ലെ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാക്സിമം എഫിഷ്യൻസി ഫുൾ ലോഡ് കണ്ടീഷനിൽ കിട്ടുന്ന രീതിയിലാണ്. സോ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ. The power efficiency of a lighting transformer is always dash than its all-day efficiency. Less, higher, equal to none of this. പവർ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ പവർ ട്രാൻസ്ഫോമറിന്റെ കേസിലൊക്കെ പറയുന്ന സാധാരണ എഫിഷ്യൻസിയാണ്. ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പറയുന്നതാണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കേസിൽ എനർജി എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. എപ്പോഴും പവർ എഫിഷ്യൻസി ഫുള്ളി ലോഡഡ് ആകുന്ന കണ്ടീഷനിലാണ് അതിന് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ പവർ എഫിഷ്യൻസി ആയിരിക്കും എന്ത് ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസിനേക്കാളും ഹയർ ആയിട്ട് നിൽക്കുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. പവർ എഫിഷ്യൻസിയുടെ റേഞ്ച് വരുന്നത് 95 to 98% ആണെങ്കിൽ നമ്മുടെ എനർജി എഫിഷ്യൻസി അല്ലെങ്കിൽ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഓൾ ഡേ എഫിഷ്യൻസി എന്നൊക്കെ പറയുന്ന ആ ഒരു എഫിഷ്യൻസിയുടെ റേഞ്ച് വരുന്നത് എന്താണ്? 60 to 70% മാത്രമേ വരുള്ളൂ. റേഞ്ചും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ. എ കറന്റ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു മെഷർ എ 80 ampere current by 5 ampere ammeter. This current transformer is a step up transformer, step down transformer, power transformer, distribution transformer. ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ നമ്മൾ 2 winding ട്രാൻസ്ഫോമർ പഠിക്കും, പിന്നെ ഓട്ടോ ട്രാൻസ്ഫോമർ പഠിക്കും, പിന്നെ പഠിക്കുന്നതാണ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ്. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സിൽ വരുന്നതാണ് കറന്റ് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും. കറന്റ് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷർമെന്റിന് വേണ്ടിയാണ്. അതായത് ഹൈ കറന്റും ഹൈ വോൾട്ടേജും നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ അമീറ്ററും വോൾട്ട് മീറ്ററും വെച്ച് നമുക്ക് അത് അത്രയും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യും. ഇപ്പൊ ഒരു വലിയ ലൈൻ കറന്റ് പ്രൈമറി കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പൊ സെക്കൻഡറിയിലേക്ക് ആ കറന്റിനെ എന്ത് ചെയ്യും? കുറയ്ക്കും. എന്നിട്ട് ആ സെക്കൻഡറിയിലായിരിക്കും നമ്മുടെ മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് വോൾട്ടേജിന്റെ കേസിൽ. ഇനി സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്നുള്ള ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അതായത് വോൾട്ടേജിനെ കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും വോൾട്ടേജിനെ കൂട്ടുവാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും പറയും. നമ്മളുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്താണ്? സെയിം ആണ്. കാരണം പവർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇൻപുട്ടിൽ എത്ര പവർ ഉണ്ടോ അതിനെ തന്നെ ഔട്ട്പുട്ടിലും കൊടുക്കുകയാണ്. വോൾട്ടേജ് കുറയുന്നുണ്ടെങ്കിൽ കറണ്ട് കൂടും, കറണ്ട് കുറയുന്നുണ്ടെങ്കിൽ വോൾട്ടേജ് കൂടും. അതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും കറന്റ് ട്രാൻസ്ഫോമർ 80 ആംപിയറിനെ 5 ആംപിയർ ആക്കുക എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കറിയാം എന്താണ്? കറന്റിനെ കുറയ്ക്കുകയാണ് അല്ലെ. 80 ആംപിയർ ആണ് ശരിക്കുള്ള കറന്റ്, അതിനെ സെക്കൻഡറിയിലേക്ക് 5 ആംപിയർ ആയിട്ട് കാണിച്ച് നമ്മൾ ഇൻസ്ട്രുമെന്റിൽ ആ ഒരു റേഞ്ചിലുള്ള അമീറ്റർ കണക്ട് ചെയ്ത് നമുക്ക് 5 എന്ന് തന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആ ഒരു റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റ് കറന്റ് ആക്കി കണ്ടുപിടിച്ചോണം അല്ലെ. അപ്പൊ ഇവിടെ കറന്റിനെ കുറയ്ക്കുകയാണെന്ന് പറയുമ്പോൾ വോൾട്ടേജ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? കൂടുന്നുണ്ടാവും. വോൾട്ടേജ് കൂടുന്നത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമറിലാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണ്. സോ ഓപ്ഷൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് റൈറ്റ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ. ഫോർ എ ഗിവൺ അപ്ലൈഡ് വോൾട്ടേജ് ടു എ ട്രാൻസ്ഫോമർ, ഡിക്രീസ് ഇൻ ഫ്രീക്വൻസി ഓഫ് സപ്ലൈ വിൽ. വോൾട്ടേജ് സെയിം ആയിട്ട് നിൽക്കുകയാണ്. ഫ്രീക്വൻസി നമ്മൾ കുറച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ്. ഇൻക്രീസ് ദ ഹിസ്റ്ററിസിസ് ലോസ് ഇൻ അയൺ കോർ. ഹിസ്റ്ററിസിസ് ലോസ് കൂടും. ഡിക്രീസ് ദ ഹിസ്റ്ററിസിസ് ലോസ് കുറയും. നോട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് എഡി കറന്റ് ലോസ്. എഡി കറന്റ് ലോസിനെ യാതൊരു രീതിയിലും ബാധിക്കില്ല. നൺ ഓഫ് ദീസ്. ഇപ്പോ ഇവിടെ എഡി കറന്റ് ലോസും ഹിസ്റ്ററിസിസ് ലോസും, അതായത് അയൺ ലോസ് രണ്ട് സോഴ്സസ് ആണ് വരുന്നത്. അയൺ ലോസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ കേസിൽ നോ ലോഡ് ലോസ് എന്ന് പറയുന്ന അയൺ ലോസ് ആണ്. അയൺ ലോസ് എന്ന് പറയുന്നത് ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും അവർ രണ്ടുപേരുമാണ് ആ കാറ്റഗറി വരുന്നത്. അപ്പൊ ഈ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത് WH, ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ബി മാക്സ് റൈസ് ടു മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി റൈസ് ടു 1.6 ഇൻറ്റു എഫ് ഇൻറ്റു ടി. അതുപോലെ എഡി കറന്റ് ലോസ് WE, എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു കോൺസ്റ്റന്റ് ബി മാക്സ് സ്ക്വയർ എഫ് സ്ക്വയർ വി. അപ്പൊ ഇവിടെ ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും ഫ്രീക്വൻസിയോട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഹിസ്റ്ററിസിസ് ലോസ് ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്,
എഡി കറന്റ് ലോസ് സ്ക്വയർ ഓഫ് ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടായാൽ അത് നമ്മുടെ ഹിസ്റ്ററിസിസ് ലോസിനെ എഡി കറന്റ് ലോസിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ വോൾട്ടേജിന് ഇവിടുത്തെ റോൾ എന്താന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ വോൾട്ടേജ് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാ പറയുന്നത്? V = 4.445 എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടല്ലോ. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫ്ലക്സ് ബൈ ഏരിയ അല്ലേ. അപ്പൊ പിന്നെ നമുക്ക് ഫ്ലക്സിനെ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് കൊടുക്കാമല്ലോ. അപ്പൊ ഇത് മാക്സിമം ഫ്ലക്സ് ആണ്. 4.44 ഇൻറ്റു മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് അയൺ കോർ ഇൻറ്റു F ഇൻറ്റു T. ഇവിടെ ഓരോന്നും എന്താണെന്ന് ഞങ്ങൾ ജസ്റ്റ് പറയാം. 5 എന്ന് പറയുന്നത് ഫ്ലക്സ്, F ഫ്രീക്വൻസി, T എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺ. അത് പ്രൈമറിയിൽ വരുമ്പോൾ നമ്പർ ഓഫ് പ്രൈമറി ടേൺസ് കൊടുക്കുക. സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണെങ്കിൽ നമ്പർ ഓഫ് സെക്കൻഡറി ടേൺസ് കൊടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ഈ Bmax എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ Bmaxനെ WH ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം? പ്രൈമറി വോൾട്ടേജിനെ അല്ലെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഇവിടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വോൾട്ടേജിലേക്ക് നമ്മൾ പോകണ്ട. അപ്പോൾ ഫ്രീക്വൻസി കുറയുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിസിസ് ലോസ് എന്ത് ചെയ്യും? കുറയും. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. 7th question. If a 500 kVA 200 Hz transformer is operated at 50 Hz, its kVA rating will be? Options 2000 kVA, 125 kVA, 250 kVA, 1000 kVA. ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ, അതായത് KVA എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന്. അപ്പോൾ KVA റേറ്റിംഗ് എന്താണ്? ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതായത് KVA ബൈ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസിൽ 500 kVA ആണ് അല്ലെ. ആ സമയത്തുള്ള ഫ്രീക്വൻസി എത്രയാണ്? 200. ആദ്യത്തെ കേസ് 500 kVA 200. അപ്പൊ ആ V/F റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 500/200 എന്ന് പറയുന്നത് 5/2 അല്ലെ. അതായത് 2.5. 2.5 എന്ന് പറയുന്നതാണ് V/F റേഷ്യോ. അത് എല്ലായിടത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് പുതിയ കണ്ടീഷനിൽ 50 Hz എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 50 Hz വരണമെന്നുണ്ടെങ്കിൽ 2.5 റേഷ്യോ തന്നെ ആയിരിക്കണം അല്ലെ. ഇവിടെ ഏത് വോൾട്ടേജ് KVA റേറ്റിംഗ് വന്നാലും അത് ഡിവൈഡ് ബൈ 50 എന്ന് പറയുന്നത് 2.5 തന്നെ ആയിരിക്കണം. അതായത് ഇതിന്റെ വാല്യൂ എത്രയാണ്? 2.5 ഇൻറ്റു 50 എത്ര വരും? 125 kVA. Option B is right answer. 8th question. For short circuit and open circuit test of a transformer, the instruments are connected on SC ടെസ്റ്റും OC ടെസ്റ്റും അല്ലെ. ട്രാൻസ്ഫോമേഴ്സ് എവിടെയാ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് LV സൈഡ് ആൻഡ് HV സൈഡ് റെസ്പെക്റ്റീവ്ലി, HV സൈഡ് ആൻഡ് LV സൈഡ് റെസ്പെക്റ്റീവ്ലി, HV സൈഡ് ഓൺലി, LV സൈഡ് ഓൺലി. അപ്പോൾ SCക്ക് എവിടെയാണ്, OCക്ക് എവിടെയാണ് ഇൻസ്ട്രുമെന്റ്സ് കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമർ ടെസ്റ്റിംഗിൽ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി മീൻസ് ഹൈ വോൾട്ടേജ് സൈഡ് ഓപ്പൺ ആക്കും. അപ്പൊ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് OC, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് SC. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ നമ്മൾ HV സൈഡ് ഓപ്പൺ ആക്കും. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ നമ്മൾ LV സൈഡ്, ലോ വോൾട്ടേജ് സൈഡാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടെസ്റ്റിംഗ് നടക്കുന്നത് മറ്റേ സൈഡിലായിരിക്കും. അതായത് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഹൈ വോൾട്ടേജ് സൈഡ്. മീറ്റേഴ്സ് കണക്ട് ചെയ്യുന്നത്, അതായത് ആ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ ഒക്കെ കണക്ട് ചെയ്യുന്നത് നമ്മൾ എവിടെയായിരിക്കും? LV സൈഡിലായിരിക്കും. അതായത് ടെസ്റ്റിംഗ് നടക്കുന്നത് എവിടെയാണ്? LV സൈഡിൽ. SCക്ക് എവിടെയാണ്? HV സൈഡിൽ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസ്ട്രുമെന്റ്സ് ആർ കണക്റ്റഡ് ഓൺ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിന്റെ ഇൻസ്ട്രുമെന്റ്സ് എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? HV സൈഡിലല്ലേ. അപ്പൊ HV സൈഡ് ആൻഡ് LV സൈഡ് റെസ്പെക്റ്റീവ്ലി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ട്രാൻസ്ഫോമറിന്റെ കേസിൽ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലോസസ് കണ്ടുപിടിച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഈ നോ ലോഡ് ടെസ്റ്റിൽ അല്ലെങ്കിൽ OC ടെസ്റ്റിൽ ട്രാൻസ്ഫോമറിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് മുഴുവനും യൂസ് ചെയ്യുന്നത് അയൺ ലോസിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയായിരിക്കും. കാരണം നോ ലോഡ് കണ്ടീഷൻ ആണ്. സെക്കൻഡറിയിൽ ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ കോപ്പർ ലോസ് ആബ്സെന്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ പ്രൈമറിയിലേക്ക് റേറ്റഡ് വോൾട്ടേജ് കൊടുക്കും. അവിടെ അപ്പൊ ആ പ്രൈമറി സൈഡിൽ അല്ലെങ്കിൽ LV സൈഡിൽ നമ്മൾ മീറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഒരു വാട്ട് മീറ്റർ കണക്ട് ചെയ്യും. ആ വാട്ട് മീറ്റർ തരുന്നത് എന്തായിരിക്കും? അയൺ ലോസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് അയൺ ലോസ് കിട്ടും. ഇനി കോപ്പർ ലോസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? SC ടെസ്റ്റ് ചെയ്യണം.
അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ വേണ്ടി നമ്മൾ പാരാമീറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയും നമ്മൾ ഈ ടെസ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. 9th question. Magnetizing impedance of a transformer is determined by options SC test, OC test, both SC and OC test other than the above test. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ട്രാൻസ്ഫോമറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ വരക്കാൻ നേരത്ത് നമുക്ക് മാഗ്നറ്റൈസിങ് കമ്പോണൻസ് വരയ്ക്കും. പിന്നെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് അതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ OC ടെസ്റ്റിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അയൺ ലോസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോറിനെ മാഗ്നറ്റൈസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ്. എന്തായാലും കോറിനെ മാഗ്നറ്റൈസ് ചെയ്യണമല്ലോ, എന്നാലേ നമ്മുടെ ഫ്ലക്സ് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ലിങ്ക് ചെയ്ത് മ്യൂച്വൽ ഫ്ലക്സ് ഉണ്ടായി IMF ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ ഫ്ലക്സിനെ നമ്മുടെ കോറിനെ മാഗ്നറ്റൈസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഇവിടെയുണ്ട്. ഇവിടെ മാഗ്നറ്റൈസിങ് ഇംപിഡൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ, അതായത് Z0 എന്നാണ് നമ്മൾ കാണിക്കുന്നത്. മാഗ്നറ്റൈസിങ് ഇംപിഡൻസ് ഈ Z0യുടെ അകത്ത് ഒരു R0 ഉണ്ട്, ഒരു X0 ഉണ്ട്. അപ്പൊ ഇവരൊക്കെ നോ ലോഡ്, ഈ 0 കൊടുക്കുന്നത് തന്നെ എന്താണ്, നോ ലോഡ് കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഇംപിഡൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ഏത് ടെസ്റ്റിൽ നിന്നാണ്? OC ടെസ്റ്റിൽ നിന്നാണ്. അപ്പൊ ഓപ്ഷൻ B ഈസ് റൈറ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A transformer has hysteresis loss of 30 watt at 240 volt 60 hertz. The hysteresis loss at 200 volt 50 hertz will be options 28 watt, 25 watt, 30 watt, 36 watt. ഇപ്പൊ ഇവിടെ ട്രാൻസ്ഫോമറിന്റെ ഹിസ്റ്ററിസിസ് ലോസ് കണ്ടുപിടിക്കാനാണ്. വോൾട്ടേജ് 240 വോൾട്ട് 60 ഹെർട്സിൽ അതിന്റെ ഹിസ്റ്ററിസിസ് ലോസ് 30 വാട്ട് ആണ്. ഇനി 200 വോൾട്ട് 50 ഹെർട്സ് എന്ന് പറയുന്ന പുതിയ കണ്ടീഷനിൽ അതിന്റെ ഹിസ്റ്ററിസിസ് ലോസ് എത്രയാണ്? അപ്പൊ നമുക്ക് V/F റേഷ്യോ സെയിം ആയതുകൊണ്ട് BM കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ഹിസ്റ്ററിസിസ് ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസി ആയിരിക്കും. കോൺസ്റ്റന്റ് അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ WH എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം അല്ലെ. അപ്പോ നമുക്ക് WH ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു F എന്ന് എഴുതാലോ. ഈ കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കാം ആദ്യത്തെ കേസ് വെച്ചിട്ട്. അപ്പൊ ആദ്യത്തെ കേസിൽ ഹിസ്റ്ററിസിസ് ലോസ് 30 വാട്ട് ആണ്. കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? ഫ്രീക്വൻസി ആ കേസിൽ എത്രയാണ്? 60 ഹെർട്സ് ആണ്. അപ്പൊ കെയുടെ വാല്യൂ എന്താവും? 30 ഡിവൈഡഡ് ബൈ 60, അതായത് 1/2. ഇനി പുതിയ കേസിലെ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഹിസ്റ്ററിസിസ് ആ ഒരു കോൺസ്റ്റന്റ് എന്നുള്ളത് 1/2 ആണല്ലോ. 1/2 ഇൻറ്റു പുതിയ ഫ്രീക്വൻസി എത്രയാണ്? 50 ആണ്. അപ്പൊ 50/2 ദാറ്റ് ഈസ് 25 വാട്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ B ഈസ് റൈറ്റ് ആൻസർ. ട്രാൻസ്ഫോമർ ലോസസ് ആൻഡ് എഫിഷ്യൻസി അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു 10 MCQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അപ്പോൾ കീപ് വാച്ചിങ് വിനീസ് അക്കാഡമി. താങ്ക്സ് ഫോർ വാച്ചിങ്.